രചന രാജീവ് ഷാജി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കേറിയ റോഡിലൂടെ കാർ ഓടിക്കുന്നതിനിടയിലാണ് അവന്റെ കണ്ണിൽ ആ രൂപം മിന്നിമറഞ്ഞ്. ഒരു നിമിഷം അവന്റെ ശ്രദ്ധയൊന്നു പാളി. കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറിലേക്ക് അവന്റെ കാർ ഇടിച്ചു കയറി. ബോധം വരുമ്പോൾ അവൻ ഹോസ്പിറ്റലിലാണ്. രുദ്ര, നിനക്കെന്താ പറ്റിയേ? എങ്ങനെയാണ് നിന്റെ കാർ ആക്സിഡന്റ് ആയേ? എബി അവനോട് ചോദിച്ചു. എബി, ഞാൻ കണ്ടടാ അവിടെ. എന്റെ കണ്ണിന് മുമ്പിൽ അവിടെ ഒരു നിഴല് പോലെ അവള് മറഞ്ഞു പോയടാ. ആ, നന്നായിരിക്കുന്നു. അവളുടെ ഓർമ്മകളിൽ നിന്നൊരു ചേഞ്ച് ഇട്ടാൻ വേണ്ടിയിട്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നിന്റെ അവസ്ഥ? ഇല്ല ബി, എന്റെ മരണം വരെ അവളുടെ മുഖം എന്റെ മനസ്സിൽ നിന്നും ആയില്ല. അത്രയ്ക്ക് എന്റെ ഹൃദയത്തിൽ അവൾ പതിഞ്ഞുപോയി. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓരോ വട്ട് കാണിച്ചു വെച്ചിട്ട് വെറുതെ. നീ പറയുന്നതൊക്കെ ശരിയാ, എന്റെ പൊട്ടബുദ്ധിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ലടാ. ഒന്നുമില്ലെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേടാ അവള്. താലി കെട്ടിയ അവകാശം പറഞ്ഞോട്ടേക്ക് ചെല്ല്, അവള് നിനക്ക് നല്ലത് തരും. അവളെ എന്നേ ആ താലിയും പൊട്ടിച്ചെറിഞ്ഞ അവളുടെ കാര്യം നോക്കി പോയി കാണും. ചിലപ്പോൾ അവള് വേറെ കെട്ടി 2 പിള്ളേരും ആയി കാണും. ഇനി താലി കെട്ടിയ ബന്ധവും പറഞ്ഞോട്ടേക്ക് ചെല്ല്, അവളവിടെ കെട്ടിയനും കൂടി നിന്നെ പഞ്ഞിക്കിടും. എന്തായാലും വേണ്ടില്ല, എനിക്ക് അവളെന്ന് കാണണം. ചെയ്ത തെറ്റിനോടൊക്കെ അവളോട് മാപ്പ് പറയണം. അവൾ ഇവിടെ തന്നെയുണ്ട്, ഞാൻ അവളെ കണ്ടതാ. നീ സീരിയസ് ആണോ? നീ ശരിക്കും അവളെ കണ്ടോ? അതേടാ, അത് അവള് തന്നെയാ, എനിക്ക് ഉറപ്പാ. നമുക്ക് നോക്കാം. ആദ്യം നീ ഇവിടുന്ന് എഴുന്നേൽക്ക്, എന്നിട്ടാവും അവളെ പറ്റിയുള്ള അന്വേഷണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോവാം. കുഴപ്പമൊന്നുമില്ല, ഇന്ന് ദിവസം കിടക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നാളെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇത് രുദ്രദേവ്, രാധാമാധവത്തിൽ മാധവ് നായരുടെയും രാധികയുടെ ഒരേ ഒരു മകൻ. ഒറ്റമോനായി വളർന്നതിന്റെ ചില കുരുത്തക്കേടുകളൊക്കെ രുദ്രനുണ്ട്. എന്നാലും വലിയ കുഴപ്പക്കാരനൊന്നുമല്ല രുദ്രൻ. രുദ്രന്റെ ചങ്ക് കൂട്ടുകാരനാണ് എബി. പഠനത്തിൽ ഇരുവരും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ രുദ്രന്റെ കമ്പനിയിൽ മാനേജറാണ് എബി. ഒരിക്കലും അച്ഛനും അമ്മയും രുദ്രന് കല്യാണം ആലോചിച്ചു. അവർ തന്നെ ഓഫീസിലെ സ്റ്റാഫ് കൂടിയായ വേണിയായിരുന്നു അവർ മകന് വേണ്ടി ആലോചിച്ച്. മറ്റൊന്നും കൊണ്ടല്ല, വേണിയുടെ സ്വഭാവം അച്ഛനും അമ്മയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ കമ്പനിയിൽ തന്നെ സൂപ്പർവൈസറായ ഗാഥക്ക് രുദ്രന് ഇഷ്ടമായിരുന്നു. വേണിയുമായി രുദ്രന്റെ കല്യാണം തീരുമാനിക്കുന്നതെന്നറിഞ്ഞ ഗാഥ വേണിയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി രുദ്രനെ തെറ്റിദ്ധരിപ്പിച്ചു. അതവൻ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും വേണിയെ നല്ല വിശ്വാസമായിരുന്നു. അവർ രുദ്രന്റെ എതിർപ്പിനെ മറികടന്ന് വിവാഹം തീരുമാനിച്ചു. ഇതറിഞ്ഞ ഗാഥ ഓഫീസിലെ മറ്റൊരു സ്റ്റാഫും വേണിയുമുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ രുദ്രനെ കാണിച്ചു. ഇതേപ്പറ്റി വേണിയോട് സംസാരിച്ച രുദ്രനോട് വേണി എതിർത്ത് സംസാരിച്ചു. അപ്പോൾ അവൻ ഇതൊക്കെ സത്യമായിരിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ അവളോട് പ്രതികാരം ചെയ്യാനായിട്ട് ആള് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഒക്കെ അറിയാമായിരുന്ന എബി ആ വിവാഹത്തെ തടയാൻ ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ രുദ്രനും വേണിയുമായുള്ള വിവാഹം നടന്നു. പക്ഷെ ആദ്യ രാത്രി തന്നെ രുദ്രൻ ഒരു ദാക്ഷിണ്യം കൂടാതെ അവളോട് ദേഷ്യപ്പെട്ടു. അവളെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്നും ജീവിതകാലം മുഴുവൻ അവളെ കഷ്ടപ്പെടുത്തുമെന്നും അവളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്നും അവൻ പറഞ്ഞു. പക്ഷെ അവൾ തന്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അവനത് കേൾക്കാൻ തയ്യാറായില്ല. അന്നു മുതൽ അവൻ അവളെ ദ്രോഹിക്കാൻ തുടങ്ങി. പക്ഷെ അച്ഛനും അമ്മയും സങ്കടപ്പെടുമെന്ന് കരുതി അവൾ ആരോടൊന്നും പറഞ്ഞിരുന്നില്ല. അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ അവൻ അവളെ ഉപദ്രവിച്ചിരുന്നില്ല. പക്ഷേ ഗാഥ എങ്ങനെയെങ്കിലും അവൾ അവിടുന്ന് ഇറക്കാനും അവനൊപ്പം ജീവിക്കാനും വേണ്ടി അവളുടെ അച്ഛനോടും അമ്മയോടും സത്യങ്ങളൊക്കെ പറഞ്ഞു. തമ്മിൽ ഇതുവരെ ഒരു കുടുംബജീവിതം ആരംഭിച്ചില്ലെന്ന് രുദ്രനെ അവൾ ഇഷ്ടമല്ലെന്നും ഗാഥ അവരോട് പറഞ്ഞു. അത് കേട്ട് അവരിരുവർ രുദ്രന്റെ വീട്ടിലേക്ക് വന്നു. തങ്ങൾ കേട്ടതൊക്കെ സത്യമാണെന്നൊരു പേടിയോടെ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ആദ്യം അവനൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീടൊക്കെ സത്യമാണെന്ന് അവൾ തന്നെ ചതിച്ചുള്ള പ്രതികാരത്തിനാണ് താൻ അവളെ വിവാഹം ചെയ്തതെന്നും അവളെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവൻ അവരോട് തുറന്നു പറഞ്ഞു. തങ്ങളുടെ മകളെ തങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നും അവൾ ആരെയും ചതിച്ചിട്ടില്ലെന്ന് അവർ പറയാൻ ശ്രമിച്ചെങ്കിലും അവനതൊന്നും വിശ്വസിച്ചില്ല. രോഗികളായിരുന്ന ഇരുവരും തങ്ങളുടെ മകളുടെ അവസ്ഥയിൽ മനന്നൊന്ത് അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. തന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണം വേണിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതിന് കാരണക്കാരനായ രുദ്രനെ അവൾ അന്നു മുതൽ മനസ്സുകൊണ്ട് വെറുത്തു. ചെയ്യാത്ത തെറ്റിന് തന്നെ ശിക്ഷിച്ച തന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരനായ അവൻ ഇതിന് അനുഭവിക്കുമെന്ന് അവനെ ശപിച്ചുകൊണ്ട് അന്ന് അവൾ ആ വീടിന്റെ പടിയിറങ്ങി. അച്ഛനും അമ്മയും തടയാൻ ശ്രമിച്ചിട്ട് അവൾ അതിന് തയ്യാറായില്ല. അതിനുശേഷം അവൻ അവളെ കാണുന്ന ഇപ്പോഴാണ്, ഈ ബാംഗ്ലൂർ നഗരത്തിൽ വെച്ച്. അവൾ പോയി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഗാഥ തന്നെ സ്വന്തമായി മെനഞ്ഞെടുത്ത കഥകളും തെളിവുകളുമാണെന്ന് രുദ്രൻ അറിഞ്ഞ്. അന്ന് തന്നെ അവൻ അവളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ എബിയോടൊപ്പം വേണിയെ തിരയാൻ തുടങ്ങി. പക്ഷെ അവളെ ഇവിടെ പോയെന്ന് അവൻ അറിയാൻ കഴിഞ്ഞില്ല. അന്നു മുതൽ അവളെ വേദനിപ്പിച്ചുള്ള കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങി. എന്നെങ്കിലും അവളെ കണ്ടാൽ ചെയ്തു പോയ തെറ്റിനൊക്കെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ഇന്ന് അവളെ കണ്ടപ്പോൾ അവന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവന് മൈൻഡൊന്ന് ഓക്കെ ആവാനാണ് ബാംഗ്ലൂരിൽ അവിടെ തന്നെ കമ്പനിയിലേക്ക് അവനെ എബി അച്ഛൻ അയച്ചത്. അതുവരെ അവിടുത്തെ കമ്പനി കാര്യങ്ങൾ നോക്കാൻ മറ്റുള്ള സ്റ്റാഫിനെയാണ് നിയമിച്ചിരുന്നത്. എബി, പുതിയ കാൻഡിഡേറ്റ്സ് ഇന്നലെ ജോയിൻ ചെയ്യുന്നേ? അതേടാ. മുരളി സർ, പുതിയ കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ടോ? യെസ് സർ. ഓരോരുത്തരുടെയും ക്യാബിൻ കാണിച്ചു കൊടുത്തോ? യെസ് സർ. PA സെക്ഷനിലാരാ? അയാളോട് വരാൻ പറയും. യെസ് സർ. മേ ഐ കം ഇൻ സർ? യെസ് കം ഇൻ.
അവൾ അകത്തേക്ക് കയറി. MD-യുടെ കസേരയിലിരിക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. എന്താ പേര്? അപ്പോഴാണ് രുദ്രൻ മുന്നിൽ നിൽക്കുന്നവളെ കണ്ടത്. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വേണി? അവളും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. വേണി, താനാണോ എൻ്റെ PA? ആളൊന്നും മിണ്ടിയില്ല. അവളാകെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. വേണി, തന്നെ ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? താൻ എവിടെയായിരുന്നോ? അവൻ അവൾക്കടുത്തേക്ക് വന്നു. സർ, സാറിനെന്തോ ആൾ മാറിയെന്ന് തോന്നുന്നു. ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. എൻ്റെ പേര് വേണിയെന്നല്ല. ലോകത്തെ ഒരാൾക്ക് മാത്രമല്ലോ സർ വേണി എന്ന പേരുള്ളത്. താൻ പറഞ്ഞത് ശരിയാ, ലോകത്തെ ഒരാൾക്ക് മാത്രമല്ല വേണി എന്ന പേരുള്ളത്. പക്ഷെ എൻ്റെ വേണിയെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. നിങ്ങളുടെ വേണിയോ? അങ്ങനെയല്ലായിരുന്നല്ലോ മുമ്പ്, പിന്നെന്താ ഇപ്പം എങ്ങനെ? വേണി പ്ലീസ്, എനിക്കൊരു തെറ്റിദ്ധാരണ സംഭവിച്ചു പോയതാ. ഗാഥ അവളായിരുന്നു എല്ലാത്തിനും കാരണം. അവൾക്ക് എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്ത്. അത് ഞാൻ അറിയാൻ ഇത്തിരി വൈകിപ്പോയി. സോറി. ഒരു സോറി കൊണ്ട് തനിക്ക് വന്ന നഷ്ടങ്ങളും നികത്താനാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഐ ആം റിയലി സോറി. നിങ്ങളാണ് കമ്പനിയുടെ MD എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ജോലിക്കോടെ വരില്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ ജോലി ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമില്ല. ജോയിൻ ചെയ്ത് അന്ന് തന്നെ ഞാൻ റിസൈൻ ചെയ്യുക. കഴിയില്ല വേണി, തനിക്ക് ഈ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ലെന്നുണ്ടോ? താൻ തന്നെയല്ലേ സൈൻ ചെയ്ത് കൊടുത്ത് 1 ഇയർ ഈ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തോളാന്ന്. അത് മാറ്റാൻ ഇനി എന്തായാലും പറ്റില്ല. 1 ഇയർ താൻ ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ട കോമ്പൻസേഷൻ അത് എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും. മോള് തൽക്കാലം പോയി ജോലി നോക്ക്, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. ആനെ കുസൃതി ചിരിയോട് അവളോട് പറഞ്ഞു. ആൾ മുഖം വീർപ്പിച്ച് അവിടെ നിന്ന് പോയി. ഡാബി, ഒന്ന് വന്നേടാ. എന്താടാ, നീ വലിയ സന്തോഷത്തിലാണല്ലോ? അതേടാ, ഞാൻ ഇന്ന് ലോകം കീഴടക്കിയ സന്തോഷത്തിലാ. എന്താണ് രുദ്ര കാര്യം? നീ ഇങ്ങോട്ട് വാടാ, നേരിട്ട് പറയാം. ദോ വരുന്നു. എന്താണ് കാര്യം? രുദ്ര അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മയിച്ചു. ഡാ, നിനക്കെന്താ വട്ടായോ? അതേടാ, എനിക്ക് വട്ടാ, മുഴുത്ത വട്ട്. ഡാ എടാ, എന്റെ പുതിയ PA ആരാന്നറിയ നിനക്ക്? ആരാ? ഡാ, അതെന്റെ വേണിയാടാ. വേണിയോ? അതേടാ, ഞാൻ പറഞ്ഞില്ലേ അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഡാ, ഇത് ശരിക്കും സർപ്രൈസ് ആയിരിക്കുന്നല്ലോ. അല്ല, എന്നിട്ട് അവളെങ്ങനെ നിന്നെ വലിച്ചു കയറിയോ? കുറച്ച് കലിപ്പിലെ ആള്. റിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ 1 ഇയർ ബോണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ആള് ഫ്ലാറ്റ്. ഈ 1 ഇയറിനകത്ത് അവളെ കൊണ്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും. നടന്നു തന്നെ. അവളില്ലേ ആള്, നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കും അവള്. എന്തായാലും അവളോട് തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. പിറ്റേന്ന് ഗിരി, വേണിയെത്തിയില്ലേ? വേണു വന്നിട്ടുണ്ട് സർ. വരാൻ പറയൂ. ഓക്കെ സർ. മാഡം, സാറ് വിളിക്കുന്നു. മേ കമിൻ? യെസ് സർ. എന്തിനാ വിളിപ്പിച്ചേ? ലുക്ക് വേണി, താൻ എൻ്റെ PA ആണ്. അപ്പൊ താൻ ഓഫീസിലെത്തി ആദ്യം വരേണ്ടത് എൻ്റെ ക്യാബിനിലേക്കാണെന്ന് അറിയില്ല നിനക്ക്? ആളൊന്നും മിണ്ടിയില്ല. വേണി, താൻ കേൾക്കുന്നുണ്ടോ? യെസ് സർ. താൻ ആ സൂര്യ ഗ്രൂപ്പ്സിന്റെ ഫയൽ എടുക്കുക. സർ. ആൾ ഫയൽ എടുത്ത് നൽകി. 11 മണിക്ക് നമുക്ക് സൂര്യ ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. താൻ അറിഞ്ഞല്ലോ അല്ലേ? വേണി, ആർ യു റെഡി? യെസ് സർ. എന്നാ വാ. രമേഷ്, പോവാം. യെസ് സർ. ഒരുവിധം കാറിന്റെ പിൻസീറ്റിൽ കയറി. വേണി കയറാതെ മടിച്ചിരുന്നു. എന്താണോ താൻ കയറുന്നില്ലേ? അവൾ മടിച്ച് രുദ്രജിത്തിന്റെ അടുത്ത് അവന് മാറിയിരുന്നു. അവനതുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്ന് പുഞ്ചിരിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് തിരികെ പോകുന്ന വഴി രുദ്രൻ അവളോട് ചോദിച്ചു. വേണു, നമുക്കൊരു കോഫി കുടിച്ചാലോ? എനിക്ക് വേണ്ട, സാറ് വേണി സാറ് കുടിച്ചോളൂ. ഞാൻ കുടിച്ചാൽ താനും കുടിക്കും. രമേഷ്, ഏതെങ്കിലും അടുത്തുള്ള കോഫി ഷോപ്പിൽ നിർത്ത്. ഓക്കെ സർ. ഒരു കോഫി ഷോപ്പിനുള്ളിൽ കാർ നിർത്തി. വാടോ, ഇറങ്ങ്. എന്തിന്? കോഫി കുടിക്കണ്ടേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ സർ. വേണം, ഇറങ്ങ്. ഇല്ല സർ, എനിക്ക് വേണ്ട. നീ പറഞ്ഞാ കേൾക്കില്ലല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടി. അവന്റെ ശബ്ദം കനത്തു. ഒന്ന് പേടിച്ചു പോയ അവൾ വേഗം ഇറങ്ങി. അപ്പൊ നിനക്ക് അനുസരിക്കറിയാം അല്ലേടി? വാ. ആൾ കോഫി ഷോപ്പിൽ കയറി. രുദ്രൻ 2 കോഫി ഓർഡർ ചെയ്തു. ആൾ വീർപ്പിച്ച മുഖത്തോടെ അവിടെ ഇരുന്നു. ആളുടെ പ്രവൃത്തിയിൽ അവന് ചിരി വന്നു. അവർ കോഫി കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നാളെ ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, എല്ലാവരും അറിയിക്ക്. ഓക്കെ സർ. അതെ, ഈ സാർ വിളി എനിക്ക് എന്തോ ഒരു ഡിസ്കംഫേർട്ട് തോന്നുന്നു. ഈ വിളിയൊന്ന് മാറ്റിക്കൂടോ? സർ, വർക്ക് ചെയ്യുന്ന ഓഫീസിലെ MD സാറിന്നല്ല മറ്റൊന്ന് വിളിക്കാം. തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല സർ. താൻ? സോറി സർ, സാറിന് മറ്റൊന്ന് സംസാരിക്കാനില്ലെങ്കിൽ ഞാൻ പൊക്കോട്ടെ. അവളൊരു പിടിയും തരുന്നില്ലോടാ ബി. എങ്ങനെ പിടിയരും? അമ്മാതിരി പണിയല്ലേ നീ അവൾക്ക് കൊടുത്ത്? എനിക്ക് അവളെ വേണോടാ. അവളില്ലാതെ എനിക്ക് വയ്യടാ. നോക്കാം, ഞാൻ അവിടെ നിന്ന് സംസാരിച്ച് നോക്കാം. ഉറപ്പില്ല, എന്നാലും നിനക്ക് വേണ്ടിയല്ലേ. താങ്ക്സ് ടാ. എബി സർ പ്ലീസ്, സാറിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വേണി പ്ലീസ്, തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഒരു ദിവസം തന്നെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥ, അതിന് കാരണക്കാരനായ ആളോടുള്ള വെറുപ്പ് ഒക്കെ ശരിയാ. പക്ഷെ അവൻ്റെ ഭാഗത്തുനിന്ന് കൂടി താനൊന്ന് ചിന്തിക്കണം. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോകും. അവന് ഞാൻ ന്യായീകരിക്കുന്നതല്ല, പക്ഷെ വർഷങ്ങളായിട്ട് അവൻ എനിക്കറിയാം. അവൻ മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കില്ല.
സത്യം അറിഞ്ഞ മൂലം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടായത് തന്നെ കണ്ടതിന് ശേഷമാണ്. അവൻ്റെ ആ പഴയ കളിയും ചിരിയൊക്കെ തിരിച്ചു വന്ന് തന്നെ കണ്ടുകൊണ്ട് മാത്രമാണ്. അവന് മാപ്പ് കൊടുക്കാൻ എനിക്കാവില്ല വേണി. എബിച്ചായൻ പറഞ്ഞൊക്കെ ശരിയായിരിക്കും. വേറൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ പോലും ഒന്ന് അന്വേഷിക്കാൻ പോലും മനസ്സാണിക്കാതെ നിർദ്ദയം കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും അനാഥയാക്കുകയും ചെയ്ത അയാളോട് ഞാൻ ക്ഷമിക്കണമെന്നാണോ എബിച്ചായൻ പറയുന്നത്? വേണി, ഞാൻ അവന് വേണ്ടി വാദിക്കുകയല്ല. അവൻ്റെ സങ്കടം കാണാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നോട് അതേപറ്റി സംസാരിച്ച്. അവൻ്റെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട്. തനിക്കറിയോ, തന്നോട് ചെയ്തതിനൊക്കെ ഓർത്ത് അവൻ നീറി നീറി കഴിയുകയായിരുന്നു ഇത്രയും നാൾ. തന്നെ ഇവിടെ ആദ്യമായിട്ട് കണ്ട ദിവസം അവൻ തറപ്പിച്ച് പറഞ്ഞു അത് താൻ തന്നെയാണെന്ന്. ഒരു മിന്നായം പോലെ മാത്രമേ അവൻ തന്നെ കണ്ടിട്ടുള്ളൂ. പക്ഷെ തന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് അവൻ്റെ ഡ്രൈവിംഗിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആക്സിഡൻ്റായി. അതിൽ നിന്ന് അവനൊന്ന് റിക്കവറായിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പം അവൻ എന്ത് സന്തോഷത്തിലാണെന്നറിയാം എനിക്ക്. താൻ അവനോട് ക്ഷമിച്ച് അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്ന അവൻ കരുതുന്നത്. ഒരിക്കൽ അയാളോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ട് അയാളുടെ വീട്ടിലേക്ക് വലുതാലോചിച്ച് കയറിയോളാം ഞാൻ. പക്ഷെ ഒരു പെണ്ണിനെ താങ്ങാനാവാത്ത വേദനയാണ് അയാൾ എനിക്ക് തന്ന്. എനിക്ക് ഈ ജന്മമൊന്നും മറക്കാനോ പൊറുക്കാനാവില്ല. ഇനി ഇക്കാര്യം പറഞ്ഞ് എബിച്ചായൻ്റെ മുമ്പിൽ വരരുത് പ്ലീസ്, എൻ്റെ അപേക്ഷയാ. ആൾ അവന് മുമ്പിൽ കൈകൂപ്പി. ആളോടൊന്ന് പോകാനായി തിരിഞ്ഞു. അപ്പോഴാണ് ഡോറിന് സമീപമൊക്കെ കേട്ടുന്ന രുദ്രനെ അവർ കണ്ടത്. ആളൊരു നിമിഷം നിന്നു. ഡാ രുദ്ര, വേണ്ടടാ, ഞാനെല്ലാം കേട്ടു. സോറി വേണി, ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തല്ല കേട്ടോ. എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയതാ. അതിന് ഞാൻ തന്നോട് ഒരു 1000 തവണ മാപ്പി ചോദിക്കുക. ഞാൻ കാരണം തനിക്ക് സംഭവിച്ച നഷ്ടങ്ങളൊക്കെ നികത്താനാവത്ത തന്നെയാണ്. അതിന് ഞാൻ തന്നോട് മാപ്പി ചോദിക്കുക. തനിക്ക് എന്നോട് പൊറുക്കാൻ പറ്റുമെങ്കിൽ പൊറുക്ക്. അല്ലെങ്കിൽ എന്തായാലും ഇനി ഞാൻ തന്നോട് ഒരിക്കലൊന്നും ആവശ്യപ്പെടില്ല. തന്നെ ഞാൻ ഒരിക്കലും ശല്യപ്പെടുത്തില്ല. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ 1000 വട്ടം മാപ്പ്. ആരാളുടെ മുമ്പിൽ നിന്ന് കൈകൂപ്പി ശേഷം അവിടുന്ന് വേഗം ഇറങ്ങിപ്പോയി. രുദ്ര, ഡാ എവിടെ പോവാ? എബി വിളിച്ചിട്ട് അവൻ നിന്നില്ല. എബി അവന് പിന്നാലെ പോയി. രുദ്രൻ കാറുമെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു. എബി അവനെ അന്വേഷിച്ചു പോയി. പക്ഷെ അവനെ കാണാൻ കഴിഞ്ഞില്ല. മണിക്കൂറുകൾക്ക് ശേഷം ഓഫീസിലേക്ക് ഒരു ഫോൺ വന്നു. എബി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, വാട്ട്? അവന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. അത് കണ്ട വേണി അവൻ്റെ അടുത്തേക്ക് വന്നു. എബിച്ചായ, എന്താ കാര്യം? ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ച്. രുദ്രൻ ആക്സിഡന്റ് ആരോ അവിടെ എത്തിച്ചു എന്ന്. ആളും ഞെട്ടി. തനിക്ക് സമാധാനമായല്ലോ. ഇനി അവന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ നന്നായിട്ട് മനോരിക്ക് പ്രാർത്ഥിച്ചോ? അവൻ പോവാൻ തുടങ്ങി. എബിച്ചായ, ഞാനും വരുന്നു. എന്തിനാ? അവൻ ചത്തോന്നറിയാനോ? എബിച്ചായ പ്ലീസ്, എരുതിയിൽ എണ്ണൊഴിക്കല്ലേ. അവൾ കരഞ്ഞുപോയി. വാ. ആരും ഒരു ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ രുദ്രൻ? ഇല്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. താങ്ക്സ് ഡോക്ടർ. കുറച്ച് കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് മാറ്റി. എബി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഡാ രുദ്ര, നീ മനഃപൂർവ്വം ചാവാൻ തയ്യാറായതാണോ? എന്തിനാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്? ആർക്കും വേണ്ടാതെ എല്ലാവരെയും സങ്കടപ്പെടുത്തി. ഡാ, ആർക്ക് വേണ്ടില്ല, എനിക്ക് വേണം നിന്റെ അച്ഛനമ്മയെ കുറിച്ച് ഓർത്തു നീ? എനിക്ക് പറ്റുന്നില്ല അവളില്ലാതെ. ഞാൻ എന്തിനാ എൻ്റെ ജീവൻ ഈശ്വരനോട് തിരികെ തന്നു? വേണ്ടായിരുന്നു. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? നീ കാണും. ഞാൻ അയാളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അവൻ പുറത്തിറങ്ങി. രുദ്ര ഡോറിനടുത്തേക്ക് നോക്കി. അവന് തന്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. തന്റെ വേണി കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയുമായി തന്റെ അടുത്തേക്ക് വരുന്നു. വേണി? അവൾ അവനടുത്തേക്ക് വന്ന് നിന്നു. വേണി, താനോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഏയ്, എന്തിനാ കരയുന്നത്? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. താൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ഞാൻ തനിച്ചാവുന്ന പോലെ തോന്നി. തനിക്കെന്നോട് ക്ഷമിക്കാൻ പറ്റുമോ? ഈ ജന്മം മുഴുവൻ കണ്ണിറക്കാൻ നോക്കിക്കോളാം ഞാൻ. താനില്ലാണ്ട് എനിക്ക് പറ്റുന്നില്ലടോ. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിലേക്ക് വീണു. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവന്റെ ഉള്ളം വല്ലാതെ സന്തോഷിച്ചു. അവൾ ഇരുകയ്യാലവും പൊതിഞ്ഞു പിടിച്ചു. അവൾ നെറുകയിൽ അധരങ്ങൾ ചേർത്തു. സോറി, റിയലി സോറി. ഏയ്, താനെന്തിനാണോ സോറി പറയുന്നത്? താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാനല്ലേ തന്നെ വേദനിപ്പിച്ച്. നന്നായി വേദനിക്കുന്നുണ്ടല്ലേ? ആളവൻ്റെ മുറിവേറ്റ നെറ്റിത്തരം തലോടി ചോദിച്ചു. ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പം ഇല്ല. എൻ്റെ പെണ്ണ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഒരു വേദനയും ഞാൻ അറിയില്ല. അവനവളുടെ കയ്യിൽ ഉമ്മ വെച്ചു. ആളവൻ്റെ നെറ്റിയിലും ഉമ്മ വെച്ചു. അവൻ്റെ തലയിൽ തലോടി. അതെ, എനിക്ക് അങ്ങോട്ട് കയറി വരാവോ? ചോദിച്ചുകൊണ്ട് എബി കയറി വന്നു. എബി, കയറി വേടാ. ഡോക്ടറെ കണ്ട് ഡിസ്ചാർജ് വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. ഇന്ന് പോകാൻ പറ്റില്ല, നാളെ പോകുന്ന ഡോക്ടർ പറഞ്ഞു. പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ പോകണം. ഡോക്ടർ പറഞ്ഞാലേ രുദ്രേട്ടാ, നാളെ പോവാം പ്ലീസ്. താനുണ്ടാവും എൻ്റെ കൂടെ. പിന്നെ ഞാനിവിടെ പോവാനാ? ഞാനുണ്ടാവും ഇനി എപ്പോഴും കൂടെ. അവൻ്റെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു. ഞാൻ പോയി ക്യാൻറ്റീനിൽ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങി വരാം. എബി അവിടെ നിന്ന് പോയി. എങ്ങനെയാണോ താൻ ബാംഗ്ലൂർ നഗരത്തിലെത്തിയേ? രുദ്രൻ ചോദിച്ചു. അച്ഛൻ്റെ അമ്മയുടെ മരണശേഷം തറവാട്ടിലേക്ക് അച്ഛമ്മ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അച്ഛമ്മൊഴിയെ മറ്റാർക്കും ഇഷ്ടമല്ലായിരുന്നു. അവിടെ നിൽക്കാൻ വയ്യാതെ ഞാനെൻ്റെ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു. ഇവിടെ അവിടെ അങ്കിളുടെ കമ്പനിയിൽ എനിക്ക് ജോലി വാങ്ങി തന്നു. കുറേ നാൾ ജോലി ചെയ്തു.
പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായത് കാരണം അദ്ദേഹത്തെ ബിസിനസ് മതിയാക്കി നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. സ്റ്റാഫിനോട് മറ്റെവിടെയെങ്കിലും ജോലി നോക്കാൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാ ഞാൻ നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള പരസ്യം കണ്ടതും അപ്ലൈ ചെയ്തു. എന്തായാലും ദയവായിട്ട് തന്നെയാ തന്നെ എൻ്റെ അടുത്തെത്തിച്ച്. പിന്നെ ഈ ആക്സിഡന്റ് ഉണ്ടായത് അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടല്ലേ തന്നെ സ്നേഹം മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞേ. ഇനി നമുക്ക് ബാക്കി ഫുഡ് കഴിച്ചിട്ട് ബാക്കി അതറിയാം. വാ. എബി ഫുഡുമായി വന്നു. വേണിയെടുത്ത് എനിക്ക് വിളമ്പി നൽകി. എന്നിട്ടൊരു പ്ലേറ്റിലെടുത്ത് രുദ്രനെ കഴിപ്പിച്ചു. അവളും കഴിച്ചു. ആൾക്ക് രുദ്രനോടുള്ള സ്നേഹം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എബിയുടെയും കണ്ണു നിറഞ്ഞു. വേണി രുദ്രനൊപ്പിരുന്ന് അവനെ ശുശ്രൂഷിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം രുദ്രൻ വേണിയും കൂടി നാട്ടിലേക്ക് തിരിച്ചു. വേണിയെ കണ്ട കാര്യം അവൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. കാറിൽ നിറങ്ങുന്ന രുദ്രനെ കണ്ട അച്ഛൻ ചോദിച്ചു, അല്ല മോനെ, എന്താ നീ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? എന്താച്ചാ, എനിക്കെന്റെ വീട്ടിൽ വരാൻ നേരവും കാലം നോക്കണോ? അതല്ല മോനെ, നീ വരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ തോന്നി, ഞാൻ വന്നു. അല്ല, ഇന്നെന്താ മോ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ അമ്മേ, ഇന്നല്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ വലിയ സന്തോഷത്തിലാ. അതെന്താ മോനെ നിനക്ക് ഇത്രയും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം? അത് അച്ഛാ, എൻ്റെ ഒപ്പം ഒരാൾ വന്നിട്ടുണ്ട്. ആരാ മോനെ? ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ നേരിട്ട് കാണുന്നല്ലേ നല്ലത്. ഇറങ്ങി വാ. അച്ഛനമ്മ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന ആരാന്നറിയാൻ ആകാംക്ഷയോടെ നോക്കി. അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. വേണി മോള്? അവർ ഒരുമിച്ച് പറഞ്ഞു. മോളെ. അമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളും. അമ്മേ, പൊന്നു മോളെ, നീ എവിടെയായിരുന്നു ഇത്രയും നാള്? നിന്റെ വിവരം ഒന്ന് അറിയാൻ ഞങ്ങൾ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നറിയാം മോൾക്ക്. മോളെ, സുഖാണോടാ? അതെ അച്ഛാ, സുഖമായിട്ടിരിക്കുന്നു. വളരെ യാദൃശ്ചികമായിട്ടാ ഇവള് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ആദ്യമൊന്നും എനിക്ക് പിടിയേറാ കലിപ്പിലായിരുന്നു അവള്. എന്നാൽ ഇപ്പൊ ഈ ലോകത്ത് ഇവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്നെയാ. ആരാളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഒത്തിരി സന്തോഷമായി മക്കളെ. മക്കള് വാ. ഒരു നിമിഷം നിൽക്ക മക്കളെ, അമ്മ ഇപ്പൊ വരാം. അതും പറഞ്ഞ അമ്മ അകത്തേക്ക് പോയി. തിരികെ വന്ന് കയ്യിൽ ആരതിയുമായിട്ടാണ്. ദോഷങ്ങളെല്ലാം മാറി, ഇനിയെങ്കിലും എൻ്റെ മക്കളെ സന്തോഷത്തോടെ ജീവിക്കണം. അമ്മ ഇരുവരെ അടുത്ത് നിർത്തി ആരതി ഒഴിഞ്ഞു. കയറി വാ മക്കളെ. അവനവളെയും ചേർത്ത് പിടിച്ച് വലുതാൽ വെച്ച് അകത്തേക്ക് കയറി. അച്ഛനും അമ്മയും ചേർന്ന് സദ്യ ഉണ്ടാക്കി. എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചു. മോളെ, അമ്മ പാത്രങ്ങൾ കഴുകി വെച്ചോളാം, മോള് പോയി റെസ്റ്റ് എടുത്തു. സാരില്ല അമ്മേ, ഞാൻ സഹായിക്കാം. വേണ്ട മോളെ, ഇതൊക്കെ അമ്മയ്ക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. മോള് ചെല്ല്. ശരി അമ്മേ. ആൾ മുറിയിലേക്ക് പോയി. മുറിക്ക് പുറത്തെത്തിയപ്പോൾ അവളുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. മുമ്പ് ഈ മുറിയിൽ രുദ്രനൊപ്പം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്ന് രണ്ടുപേരും മനസ്സുകൊണ്ട് വളരെ ആഗ്രഹമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അല്ല, എന്റെ ശ്രീമതി എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാടോ. പിന്നെ ഒരുപാട് ഓറ് ലോക്ക് ചെയ്തേക്ക്. അവനൊരു ചിരിയോടെ പറഞ്ഞു. അവൾ മടിച്ച് അകത്തേക്ക് കയറി വാതിലടച്ചു. ശേഷം അവനടുത്തേക്ക് പോയി. ബെഡിനടുത്തെത്തിയതും അവനാളെ പിടിച്ചു വലിച്ച് തന്നെ മേലേക്ക് ഇട്ടു. എന്താ വേണേ, നാണാവുന്നുണ്ടോ? അവനവളെ താടി പിടിച്ചു വരുത്തി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. താങ്ക്സ് ടാ. എന്തിന്? ഈ സിന്ദൂരത്തിലൂടെ എന്റെ ജീവൻ പിടിച്ചു നിർത്തിയതിന്. പണ്ട് കുഞ്ഞുനാളിൽ അമ്മ സിന്ദൂരം തൊടുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ അമ്മയെ സിന്ദൂരം തൊടുന്നതെന്ന്. അപ്പൊ അമ്മ പറയായിരുന്നു, അച്ഛൻ്റെ ദീർഘായുസിന് വേണ്ടിയാണെന്ന്. അന്നതെനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. 2 തവണ ആക്സിഡന്റ് ഉണ്ടായപ്പോഴും ഈ നിറകിലെ സിന്ദൂര എൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത്. അവൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ഏയ് രുദ്രേട്ടാ, എന്താ ഇത്? ആളവരെ കണ്ണുടച്ചു. ഇത് സന്തോഷ കണ്ണീരാടോ. അവനവളെ ചേർത്ത് പിടിച്ചു. ആളവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. ഇതുവരെ ഈ മുറിയിൽ നമ്മൾ അന്യരായിരുന്നു. എന്നാൽ ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം ആരംഭിക്കുക. ഇണക്കങ്ങളും പിണക്കങ്ങളും കുസൃതികളൊക്കെയുള്ള നമ്മുടേത് മാത്രമായ ജീവിതം. എന്തേ? അവൾ പുഞ്ചിരി തൂയിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അവനവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. അവളെ ചേർത്ത് പിടിച്ചു. പുറത്ത് മഴ ആർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴ നനയണമെന്ന് ഇരുവർക്കും തോന്നി. ഇരുവരും ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ആർത്ത് പെയ്യുന്ന മഴയിൽ ഇരുവരും നനഞ്ഞു. മഴയിൽ കളിക്കുന്ന അവൾ അവനെ നോക്കി. നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളോടെ ആ മഴ ആസ്വദിക്കുന്ന അവളെ കാണെ അവൻ അവളോടുള്ള പ്രണയം നിയന്ത്രിക്കാനായില്ല. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളവനെ നോക്കി. ഇരുമിഴികളിലും പ്രണയം നിറഞ്ഞു തുളുമ്പി. ആ മഴയിൽ അവരുടെ ശരീരം ചൂടുപിടിച്ചു. അവളെയും പൊക്കിയെടുത്ത് അവൻ റൂമിലേക്ക് നടന്നു. അവളെ ബെഡിൽ കിടത്തി. അവന് നോട്ടം താങ്ങാനാവാതെ അവൾ മിഴികൾ മാറ്റി. ഇരുവരും പരസ്പരം മത്സരിച്ച് സ്നേഹിച്ചു. അങ്ങനെ അന്നു മുതൽ രുദ്രനും വേണിയും തങ്ങളുടേത് മാത്രമായ സുന്ദര ലോകത്തേക്ക് ചേക്കേറി. ഇനി അവർ ജീവിക്കട്ടെ സന്തോഷത്തോടെ.